ഒക്ടോബർ 9 വിശുദ്ധ ജോൺ ലെയോനാർഡി. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷമുള്ള സഭാ നവീകരണ കാലഘട്ടത്തിൽ തിരുസഭയുടെ നവീകരണത്തിനായി കഠിനാധ്വാനം ചെയ്ത വിശുദ്ധരിൽ ഒരാളാണ് ജോൺ ലെയോനാർഡി. ഒരു ഇറ്റാലിയൻ പുരോഹിതനായിരുന്ന വിശുദ്ധൻ ലൂക്കായിലെ ദൈവമാതാവിൻ്റെ ക്ലെറിക്സ് റെഗുലർ എന്ന സന്യാസ സഭയുടെ സ്ഥാപകനാണ്. 1541 ഇറ്റലിയിലെ ലൂക്ക റിപ്പബ്ലിക്കിലുള്ള ഡിസിമോയിലാണ് ജോൺ ലെയോനാർഡി ജനിച്ചത്. കഠിനാധ്വാനികളും ഉറച്ച ക്രിസ്തീയ വിശ്വാസികളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആ പ്രദേശത്തുള്ള ഒരു മരുന്ന് കടയിൽ ജോൺ സ്ഥിരമായി പോയിരുന്നു. 17-ാമത്തെ വയസ്സിൽ പിതാവ് അവനെ ഫാർമസി പഠിക്കാനുള്ള ഒരു കോഴ്സിൽ ചേർത്തു. 10 വർഷത്തെ പഠനത്തിനു ശേഷം ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹം നേടി. ദൈവശുശ്രൂഷയ്ക്കായുള്ള തീവ്രമായ ആഗ്രഹം അനുഭവപ്പെട്ട ജോൺ മരുന്നുകട തുടങ്ങുന്നതിന് പകരം ഒരു പുരോഹിതനാകാൻ തീരുമാനിച്ചു. തുടർന്ന് ദൈവശാസ്ത്ര പഠനത്തിന് പോയ ജോൺ 1572 ദനഹ തിരുനാളിന് പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. എങ്കിലും ഫാർമസിസ്റ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം സഭാ നവീകരണത്തിന് വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ സഭയിൽ ആരംഭിച്ചിരുന്നു. 1545 മുതൽ 1563 വരെ നടന്ന ട്രെൻറ്റ് കൗൺസിൽ സഭാ നവീകരണത്തിന് അടിത്തറയിട്ടു. ആ കാലഘട്ടത്തിൽ ധാരാളം പുതിയ സന്യാസ സഭകൾ ആരംഭിക്കുകയും വിശ്വാസികളുടെ ഇടയിൽ പ്രാർത്ഥന ഭക്തി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തു. വൈദികനായ ജോൺ ലെയോനാർഡി ലൂക്കായിലെ പ്രാദേശിക ഇടവകയിൽ പുരോഹിത ശുശ്രൂഷ ആരംഭിച്ചു. ക്രിസ്തുവുമായി ആഴമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുക എന്നത് ഫാദർ ജോണിൻ്റെ ആഴമായ ഒരു ബോധ്യം ആയിരുന്നു. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, തൻ്റെ ശുശ്രൂഷകളിലും ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് വളരാൻ അദ്ദേഹം എല്ലാവരെയും പ്രേരിപ്പിച്ചിരുന്നു. ക്രിസ്തീയ വിശ്വാസവും ഭക്തിയും ആഴപ്പെടുത്തുന്നതിനായി തൻ്റെ ഇടവകയിൽ ഒരു യുവജന കൂട്ടായ്മ അദ്ദേഹം ആരംഭിച്ചു. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി, 40 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന, കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എന്നിവ പ്രചരിപ്പിക്കുന്നതിന് ഫാദർ ജോൺ ഈ യുവജന കൂട്ടായ്മയ്ക്കൊപ്പം പ്രവർത്തിച്ചു. അദ്ദേഹം അവരോടൊപ്പം രോഗികളുടെയും തടവറയിലുള്ളവരുടെയും ഇടയിലും ശുശ്രൂഷ ചെയ്തു. ഈ യുവജന കൂട്ടായ്മ 1574 ഒരു രൂപത സന്യാസ സമൂഹമായി മാറുകയും ലൂക്കായിലെ ദൈവമാതാവിൻ്റെ ക്ലെറിക്സ് റെഗുലർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയം വാടകയ്ക്കെടുത്ത് അവർ അവിടെ സമൂഹ ജീവിതം ആരംഭിച്ചു. ട്രെൻറ്റ് കൗൺസിലിൻ്റെ സഭാ നവീകരണ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഫാദർ ജോണിൻ്റെ പ്രേക്ഷിത സമൂഹം കഠിനാധ്വാനം നടത്തി. എന്നാൽ ലൂക്കായിലെ ജനങ്ങളെല്ലാവരും ഈ നവീകരണത്തിന് അനുകൂലമല്ലായിരുന്നു. ചിലർ ഈ പുതിയ ആത്മീയ സമൂഹത്തെ ഒരു ഭീഷണിയായി കണ്ടു. അതുകൊണ്ട് സഭാധികാരികളും ഭരണാധികാരികളും അവരുടെ പ്രവർത്തനങ്ങളെ എതിർക്കാൻ തുടങ്ങി. എതിർപ്പ് രൂക്ഷമായതിനെ തുടർന്ന് പ്രാദേശിക ഭരണാധികാരികളുടെ ഉത്തരവനുസരിച്ച് ഫാദർ ജോൺ നാടുകടത്തപ്പെട്ടു. സഭയെ ആന്തരികമായി നവീകരിക്കുക, സഭയിൽ മാറ്റമുണ്ടാക്കുക എന്നതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും ഫാദർ ജോൺ മുമ്പോട്ട് തന്നെ പോയി. അവസാനം പ്രാദേശിക ബിഷപ്പിൻ്റെയും മാർപ്പാപ്പായുടെയും ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. 1583 ഫാദർ ലെയോനാർഡിയുടെ സന്യാസ സഭയ്ക്ക് ലൂക്കായിലെ ബിഷപ്പിൻ്റെയും മാർപ്പാപ്പായുടെയും പ്രാഥമിക അംഗീകാരം ലഭിച്ചു. ദൈവമാതാവിൻ്റെ ജോൺ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ട്രെൻറ്റ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സഭാ നവീകരണത്തിനായി അവർ തീഷ്ണതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത 25 വർഷക്കാലം സഭയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാർപ്പാപ്പന്മാരും കർദിനാളന്മാരും മെത്രാന്മാരും ഫാദർ ലെയോനാർഡിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ലൂക്കായിൽ അദ്ദേഹം തുടർച്ചയായ എതിർപ്പ് നേരിട്ടതുകൊണ്ട് റോം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. അവിടെ വിശുദ്ധ ഫിലിപ്പ് നേരിയോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. 1595 ക്ലെമൻ്റ് 8-ാമൻ പാപ്പ അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് സ്ഥിരമായ അംഗീകാരം നൽകി. 1596 ബെനഡിക്റ്റൻ സന്യാസികളുടെയും 1601 വല്ലംബ്രോസ് സന്യാസികളുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്കായി
മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പ്രവർത്തിച്ചു. 1603 കർദിനാൾ ജെ വിവേസുമായി ചേർന്ന് മിഷണറി പുരോഹിതരുടെ പരിശീലനത്തിനായി ഒരു വിശ്വാസ പ്രചാരണ സെമിനാരി അദ്ദേഹം ആരംഭിച്ചു. 40 മണിക്കൂർ ആരാധനയെയും കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 1606 റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ ഫാദർ ജോൺ രോഗിയായി. 3 വർഷത്തോളം രോഗാവസ്ഥയിൽ തുടർന്ന അദ്ദേഹം 1609 ഒക്ടോബർ 9 67-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി. ഫാദർ ലെയോനാർഡി റോമിൽ നടത്തിയ അധിഷ്ഠമായ സഭാപ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയിരുന്നു. മരണശേഷം വിശുദ്ധനിലൂടെ നിരവധി അത്ഭുതങ്ങളും സംഭവിച്ചു. അതുകൊണ്ട് ലിയോ 13 പാപ്പ റോമിലെ വിശുദ്ധരുടെ പേരുകളോടൊപ്പം അദ്ദേഹത്തെയും ചേർത്തു. 1861 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട ഫാദർ ജോൺ ലെയോനാർഡിയെ 1938 പയസ് 11 പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.